നമസ്കാരം. നടി മഞ്ജു വാര്യർക്ക് ബൈക്ക് ഓടിക്കാനും അതിന്റെ വീഡിയോ ചെയ്യാനും അത് ഇൻസ്റ്റയിലോ മറ്റ് സമൂഹ മാധ്യമങ്ങളിലോ പോസ്റ്റ് ചെയ്ത് കയ്യടി നേടാനുമുള്ള എല്ലാവിധ അവകാശവും തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇവർക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു. അതായത് ഇവരുടെ മകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മകൾക്ക് അമ്മയെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അഭിപ്രായങ്ങളൊക്കെ തന്നെ പറയുന്നു എന്നുള്ളത് വലിയ തോതിൽ വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീ നടിയാകട്ടെ ആരുമാകട്ടെ ഒരു പാവപ്പെട്ട സ്ത്രീ ആണെങ്കിൽ കൂടി സ്ത്രീകളെ മോശമായ ഭാഷയിൽ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതും ഒന്നും ഒരിക്കലും ഒരു ശരിയായ നടപടിയായി കാണാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റുമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതും. പക്ഷേ ഇതിന്റെ മറ്റൊരു വശം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണവും അല്ലാത്ത ആക്രമണവും നേരിട്ട ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന നടൻ. ഇദ്ദേഹം കഴിഞ്ഞ 8-9 കൊല്ലമായി നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ, ഈ കോടതി ഇദ്ദേഹം കുറ്റവിമുക്തനാണ് എന്ന് പ്രഖ്യാപിച്ച ശേഷം പോലും സൈബർ ആക്രമണം എന്നതിനെ പറയാൻ പറ്റില്ല, പച്ചത്തെറിയാണ് വിളിക്കുന്നത്. പച്ചത്തെറി മാത്രമോ, ഏറ്റവും മോശമായ പദങ്ങൾ ഉപയോഗിച്ച്, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഇദ്ദേഹത്തിന് 90 വയസ്സായ ഒരു അമ്മയുണ്ട്, അതുപോലെ തന്നെ ഒരു സഹോദരിയുണ്ട്. ഈ സഹോദരിയുടെ കുടുംബത്തെ അടക്കം അവഹേളിക്കുന്ന രീതിയിൽ, ആ സ്ത്രീയെ അടക്കം അവഹേളിക്കുന്ന രീതിയിൽ, ഇയാളുടെ അനുജന്റെ ഭാര്യയെ അവഹേളിക്കുന്ന രീതിയിൽ, 90 വയസ്സായ ആ മാതാവിനെ അവഹേളിക്കുന്ന, ആ അമ്മയെ അവരെ എത്ര ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. 90 വയസ്സുള്ള ഒരു പ്രസവിച്ച അമ്മയാണെന്ന് നോക്കണം. അത്രയും ക്രൂരമായ ആക്രമണം നേരിട്ടത് ദിലീപ് എന്ന വ്യക്തിയാണ്. കാരണം ഇതെല്ലാം കേന്ദ്രീകരിച്ച് ചെല്ലുന്നത് ഇയാളിലേക്കാണ്, ദിലീപിലേക്കാണ്. കാരണം ദിലീപ് കാരണമാണ് എന്ന് ഇത്തരം ആക്രമണങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നേരിടേണ്ടി വരുന്നത് എന്ന വ്യാഖ്യാനമാണ് അതിന് ഉണ്ടാകുന്നത്. അയാളെ സൈബർ ആക്രമണം നടത്തി ഒരു പരവുമാക്കി. ഈ 8-9 കൊല്ലത്തിനിടയിൽ ഇദ്ദേഹത്തിന് നേരിട്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അപമാനിച്ചുകൊണ്ടും ഒക്കെ ഇന്നും കമന്റുകളും പോസ്റ്റും. ദിലീപിന്റെ ഒരു വാർത്ത, എന്തെങ്കിലും ഒരു വാർത്ത, സിനിമയുമായി ബന്ധപ്പെട്ടതല്ലാത്തൊരു വാർത്തയാണെങ്കിൽ കൂടി അയാളുടെ ഒരു ചിത്രം സമൂഹ മാധ്യമത്തിൽ ആരെങ്കിലും പോസ്റ്റായി ഇട്ട് കഴിഞ്ഞാൽ പോലും ക്രൂരമായി അവഹേളിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ മഞ്ജു വാര്യർക്ക് മാനാഭിമാനമുണ്ട്, അവർ സ്ത്രീയാണ്, അല്ലെങ്കിൽ അവരും അഭിനേത്രിയാണ്, ദിലീപിന്റെ ഭാര്യ ആയിരുന്നു, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പം അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുമ്പോൾ മാത്രം ചിലർക്ക് കുരുപൊട്ടുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. അത് തന്നെയാണ് ഉയരുന്നത്. ദിലീപ് നേരിട്ട് അത്രയും മാനസിക പീഡനങ്ങൾ, ജയിലിൽ കിടന്ന സമയത്ത് പോലും അയാളെ വെറുതെ വിട്ടില്ല. ജയിലിൽ ഉണ്ടതിന്നുന്ന പടമൊക്കെ തന്നെ ഇട്ട് എന്തൊക്കെയാണ് കാണിക്കുക അതെല്ലാം കാണിച്ചു. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ താങ്കൾ ഈ ഗൂഢാലോചനയൊന്നും നടത്തിയിട്ടില്ല, ചെയ്ത തെറ്റുകാർക്കുള്ള ശിക്ഷ കോടതി നൽകും എന്ന് ഒരു ജില്ലാ കോടതി പ്രഖ്യാപിച്ചിട്ട് പോലും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട്, 10 മടങ്ങൊന്നുമല്ല 100 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ, ദിലീപിനെതിരെയുള്ള തെറിവിളികൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു തരത്തിലും അയാളെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വെട്ടുക്കിളി കൂട്ടങ്ങൾ, ഈ കട്ടുറുമ്പുകൾ, ഈ സൈബർ അക്രമികൾ ഇപ്പോഴും അടിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ദിലീപിന്റെ മകൾ ആരുടെ കൂടെ പോകണം എന്നൊക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടി തീരുമാനിച്ചോളൂ, അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ്. മഞ്ജുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ വീട്ടുകാർ തീരുമാനിച്ചോളൂ. ഈ സൈബർ അക്രമകാരികൾ വറിയിടാവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവർക്കെതിരെ അക്രമം നടത്തുന്നു എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ നെഞ്ചത്തിൽ അടിച്ച് നിലവിളിക്കുന്നു. ചില കൂതറ മാധ്യമങ്ങൾ അത് വെച്ച് വാർത്ത ചെയ്യുന്നു. ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളും അതെടുത്തു വെച്ച് മഞ്ജു വാര്യർക്ക് നേരെ സൈബർ ആക്രമണം. ദിലീപ് മനുഷ്യനല്ലേ? അയാൾക്ക് മനുഷ്യാവകാശമൊന്നുമില്ലേ? അയാൾ ഇന്ത്യൻ പൗരനല്ലേ? അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ട് പോലും അയാളെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊല്ലുന്നതിന് സമാനമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു കുഴപ്പവും ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട ആളുകൾക്കും സാംസ്കാരിക സാമൂഹ്യ നക്കികൾക്കും സിനിമ പ്രേമികൾക്കും ഒന്നുമില്ല.